ഞാൻ കുറച്ച് പേഴ്സണൽ ഹൈജീൻ ഹാക്സ് ആണ് കേട്ടോ പറയണത്. നിങ്ങൾ പെൺകുട്ടികൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഒരു ലേറ്റ് അങ്ങോട്ട് വേഗം സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഞാൻ ആമസോണിൽ നിന്ന് എടുത്ത ഷർട്ടാട്ടോ. നമുക്ക് ഇങ്ങോട്ടത് ഫുള്ള് ഡ്രസ്സ് ഉണ്ടാക്കിയിട്ട് ഈ തലയുടെ ഭാഗം മാത്രമേ ഒരു കട്ട് ചെയ്ത് കൊടുത്തിയാന്ന് തോന്നുന്നു. സ്റ്റിച്ചിങ് ഇരിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഹാക്ക് നമ്മളുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് ഈ ഒരു അണ്ടർ ആം ഓർഡർ, അതല്ലാന്നുണ്ടെങ്കിൽ ബാഡ് സ്മെല്ല്. അത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു സംഗതിയാണ് നിങ്ങൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ബോഡി ലോഷൻ അല്ലെങ്കിൽ മോയ്സ്ചറൈസർ. നമ്മളെല്ലാവരും തന്നെ ബോഡി ലോഷനും മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണല്ലോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് ഏത് ബോഡി ലോഷൻ ആണെങ്കിലും മോയ്സ്ചറൈസർ ആണെന്നുണ്ടെങ്കിലും അതിനകത്തോട്ട് ആൻറ്റി ബാക്ടീരിയൽ ആയിട്ടുള്ള ഒരു എസെൻഷ്യൽ ഓയിലിൻ്റെ ഒരു ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ പെപ്പർമിൻറ്റ് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിന് നല്ല മണമുണ്ട്. അതുപോലെ തന്നെ പെപ്പർമിൻറ്റ് ഓയിൽ ഒരു ആൻറ്റി ബാക്ടീരിയൽ ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഈ ഒരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് നമ്മുടെ അണ്ടർ ആംസിലുള്ള ഓർഡർ കോസിങ് ബാക്ടീരിയാസിനെ കില്ല് ചെയ്യാനായിട്ട്, ആ ഒരു മണം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ ഒരു പെപ്പർമിൻറ്റിന് പകരം നിങ്ങൾക്ക് ടീ ട്രീ ഓയിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അതിൻ്റെ ആ ഒരു മണമായിരിക്കും വരണത്. ഇത് നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു റെമഡിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ ഓഫീസിൽ പോകുന്നവരാണ്, കോളേജിൽ പോകുന്നവരാണ്, നിങ്ങൾക്ക് അണ്ടർ ആംസിൽ ഭയങ്കര സ്മെല്ലായിട്ട് ഫീൽ ചെയ്യുകയാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്തത്തെ ഒരു ഹാക്ക് വന്നിട്ട് നമ്മളുടെ ഇന്നേഴ്സിൽ, അതായത് നമ്മളുടെ പാൻറ്റീസ്, അതുപോലെ ബ്രാ, ഷെമ്മീസ്, അങ്ങനെയുള്ള ഇന്നർ വെയർ ആയിട്ടുള്ള ഐറ്റംസ് കുറച്ചും കൂടി ഹൈജീനിക്കലി നല്ല ക്ലീൻ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു റെമഡിയാണ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹാൻഡ് വാഷ് അല്ല നിങ്ങൾ ഇങ്ങനെ ഇന്നേഴ്സ് കൈകൊണ്ടല്ല വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് വാഷ് ചെയ്യുന്നതാണ് ഇന്നേഴ്സിന് ഏറ്റവും നല്ലത്, നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇടുന്നതിനെക്കാട്ടിലും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് വാഷ് ചെയ്യണതിൻ്റെ കൂടെ ബേക്കിംഗ് സോഡ അതുപോലെ തന്നെ വിനെഗർ ആഡ് ചെയ്യുക. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോഴേക്കും നന്നായിട്ട് നമ്മുടെ ഇന്നർവെയർസ് ക്ലീൻ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കുറച്ചൊന്ന് ബാക്ടീരിയൽ ഗ്രോത്ത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നേഴ്സ്, സ്പെഷ്യലി പാൻറ്റീസ് ഒക്കെ ആകുമ്പോൾ പീരീഡ്സ് ഉള്ള ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ മാറാനായിട്ടും ഹൈജീനിക്കലി നല്ലോണം ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും ഈ ഒരു റെമഡി. ഇത് നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക, നന്നായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി അടുത്ത ഹാക്ക്, നിങ്ങൾക്ക് ബാഡ് ആയിട്ടുള്ള വായിൽ സ്മെല്ലുണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് സൂപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു റെമഡിയാണ്. നിങ്ങൾ ബ്രഷ് ചെയ്യണതിന് മുൻപായിട്ട്, രാവിലെ ബ്രഷ് ചെയ്യണതിന് മുൻപായിട്ട് ഓയിൽ പുള്ളിങ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ ഇല്ലേ, കുറച്ച് കോക്കനട്ട് ഓയിൽ എടുക്കുക, വായിലെടുക്കുക, കുളുക്കുഴിയുക. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നിങ്ങൾ ആ കുളുക്കുഴിയുന്ന സമയത്ത് നിങ്ങളുടെ മുടി ചെയ്യുവാനോ അതല്ലെങ്കിൽ മുടി സെറ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ നിങ്ങൾ ഫേസ് വാഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, വേറെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ആ ടൈമിൽ ചെയ്യുക. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് കുളുക്കുഴിയുക. ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആണ് കേട്ടോ. എഫക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വായിലുള്ള ഒരു യെല്ലോ കളറിലുള്ള സംഗതിയില്ലേ, ആ സംഗതി വരെ ഭയങ്കരമായിട്ട് കുറയും. സൂപ്പർ യൂസ്ഫുള്ളാണ്. ഇതിന് ശേഷം നിങ്ങൾ ബ്രഷ് ചെയ്യണം. നമ്മുടെ പേസ്റ്റ് വെച്ചിട്ട് നോർമലി നിങ്ങൾ ബ്രഷ് ചെയ്യണ രീതിയിൽ ബ്രഷ് ചെയ്യുക, ടങ് ക്ലീൻ ചെയ്യുക. നിങ്ങൾക്ക് ബാഡ് ആയിട്ടുള്ള ഓർഡർ കൺട്രോൾ ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ഓർഡറിൽ തന്നെ ചെയ്യണം കേട്ടോ. ഇത് ഞാൻ പണ്ടൊരു തവണ ചെയ്തപ്പോഴേക്കും ഞാൻ എങ്ങനെയാ വെച്ചാൽ ഓയിൽ പുൾ ചെയ്യും, ഞാൻ എങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ആദ്യം എനിക്കോണ്ട് ഞാൻ ടങ് ക്ലീൻ ചെയ്യും, അതിന് ശേഷം ഞാൻ ബ്രഷ് ചെയ്യും, എന്നിട്ട് ഞാൻ ഓയിൽ പുള്ളിങ് ചെയ്യും. ഈ ഓർഡറിൽ ചെയ്തപ്പോഴേക്കും എനിക്ക് മൗത്തിന് ഭയങ്കരമായിട്ട് സ്മെല്ല് വരണ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കാണ് ലാസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഈ ഓയിൽ ഇട്ടിട്ട് കറക്റ്റായിട്ട് ഞാൻ കഴുകി കളയുന്നില്ല. അങ്ങനെ ചെയ്യുമ്പോഴേക്ക് ഈ ഓയിൽ എനിക്കോണ്ട് കോക്കനട്ട് ഓയിൽ ആയതുകൊണ്ട് പ്രോട്ടീനിൻ്റെ ഒരു അംശം ഇരിക്കണോണ്ടായിരിക്കും ഒരു ബാഡ് ആയിട്ടുള്ള ഓർഡർ ഉണ്ടായിരുന്നു. പക്ഷേ അത് മാറ്റി ഇപ്പം ഞാൻ ഈ ഒരു ഓർഡറിലോട്ടാക്കിയപ്പോൾ ഇതാണ് കേട്ടോ കറക്റ്റ് ഓർഡർ ആണെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അന്ന് ഞാൻ എന്തിനാ അങ്ങനെ ചെയ്തത് ഞാൻ ഇപ്പോൾ ആലോചിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓർഡറിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. നമുക്ക് വായിൽ ആ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, സൂപ്പറായിട്ട് വർക്ക് ചെയ്യും. ഇനി അടുത്തത്, നിങ്ങൾക്ക് നിങ്ങളുടെ തൊട അതുപോലെ തന്നെ കാലൊക്കെ ഇങ്ങനെ ഒരയില്ലേ, ചിലപ്പോൾ നമ്മൾ നടക്കുമ്പോഴേക്കും നമ്മൾ പെണ്ണുങ്ങൾക്ക് എസ്പെഷ്യലി ഇങ്ങനെ തൊട ഇങ്ങനെ ഒരസലുണ്ട്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു സംഗതിയാണ് കോൺ പൗഡർ. അതായത് നമ്മുടെ കോൺഫ്ലോർ എടുക്കുക, കുറച്ച് കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് ആ ഒരു ഏരിയയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതെന്തുകൊണ്ടാണ് യൂസ്ഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം, പൗഡർ യൂസ് ചെയ്യാം. പക്ഷേ പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ലതല്ലല്ലോ. അതിപ്പോൾ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര കണ്ട് സേഫ് അല്ല. പിന്നെ ഓയിലാണെന്നുണ്ടെങ്കിലും കുറേ നേരം ഉരസി കഴിയുമ്പോഴേക്കും അത് ഹീറ്റായിട്ട് പോകാൻ തുടങ്ങും. പക്ഷേ കോൺസ്റ്റാച്ച് ആണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തെ വിയർപ്പ് മാറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ഉരസുമ്പോഴേക്ക് പൊട്ടില്ല. സാധാരണ നമ്മളിങ്ങനെ ഉരസി നടക്കുമ്പോൾ നമുക്ക് പൊട്ടില്ലേ, ഈ സ്പെഷ്യലി പീരിയഡ്സ് ആയിരിക്കുന്ന ടൈമിൽ നമ്മൾ പാൻറ്റീസ് ഒക്കെ വയ്ക്കുമ്പോഴേക്കും നമുക്കിങ്ങനെ പൊട്ടണ പോലെ തോന്നും. പക്ഷേ കോൺഫ്ലവർ കുറച്ചും കൂടി സേഫ് ആണ് നമുക്ക് ബോഡിയിൽ യൂസ് ചെയ്യാനായിട്ട്. അവിടെ ഫേസിലൊന്നും ഇടാനായിട്ട് ഞാൻ പറയില്ല. ഇതേപോലെ വിയർപ്പുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഇടാം. ചിലപ്പോൾ ചിലവർക്ക് ഇങ്ങനെ കഴുത്തൊരസണ പോലെ തോന്നും. അങ്ങനെ
ഒരസിൽ ഉണ്ടാവില്ലേ, ഫ്രിക്ഷൻ ഉണ്ടാകുന്ന ഏരിയാസ് ഏതാണോ അവിടെ കുറച്ച് കോൺ പൗഡർ ഒന്നിങ്ങനെ ഒന്ന് ഡസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ഇതാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്മൂത്ത് ആയിരിക്കും. അവിടുത്തെ വിയർപ്പിനെ അബ്സോർബ് ആക്കുക, ഒരു ഓയിലിനെസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ തലയിൽ ഈ എന്താണ് ഡ്രൈ ഷാമ്പൂവിന് പകരമായിട്ട് നമുക്ക് ഈ കോൺഫ്ലവർ യൂസ് ചെയ്യാം. അപ്പോൾ എന്താ ഓയിലിനെ നല്ലോണം അബ്സോർബ് ചെയ്തെടുക്കും. ഈ ഒരു ടിപ്പും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നെക്സ്റ്റ് എന്നൊരു ഹൈജീൻ ഹാക്കാണ്. നമ്മളുടെ ബോഡി നല്ല സോഫ്റ്റ് ആക്കാനായിട്ടും അതുപോലെ തന്നെ ഡെഡ് സ്കിന്നും അങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഡ്രൈ ബ്രഷിങ്. ഇത് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ നിങ്ങൾ ചെയ്യേണ്ട ഒരു സംഗതിയാണ്. ഭയങ്കരമായിട്ട് നമുക്ക് യൂസ്ഫുൾ ആ, ഭയങ്കര നമുക്ക് വിസിബിൾ ആയിട്ട് നമുക്ക് ഡിഫറൻസ് ഫീൽ ചെയ്യും ഡ്രൈ ബ്രഷിങ് ചെയ്യുമ്പോഴേക്കും. പ്രത്യേകിച്ച് ഇങ്ങനെ മുട്ടിൻ്റെ ഭാഗങ്ങളിൽ, അതുപോലെ ഇങ്ങനെ നമുക്ക് എത്താത്ത ഭാഗം പുറത്തൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ചെറിയ ചെറിയ കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഡ്രൈ ബ്രഷിങ് ചെയ്യുമ്പോഴേക്കും അതൊക്കെ നല്ലോണം കുറയും. പിന്നെ നമ്മുടെ മുട്ടിൻ്റെ പിറക് വശം അങ്ങനെയുള്ള സ്ഥലങ്ങൾ, കാൽപാദം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഫുൾ ബോഡി നിങ്ങൾക്ക് ഇത് ബ്രഷ് ചെയ്യാം. ഇത് നനവോടെ ചെയ്യരുത്, നോർമൽ ഇപ്പം എങ്ങനെയാണോ ഈ ഡ്രൈ ആയിട്ടിരിക്കുന്നത് ആ ഡ്രൈ ആയിട്ടിരിക്കുന്ന ടൈമിൽ തന്നെ വേണം ഡ്രൈ ബ്രഷിങ് ചെയ്യാൻ. അതിന് നമ്മൾ ഒരു ബ്രഷ് ഉണ്ട്, ഈ ബ്രഷ് വെച്ചിട്ട് നല്ലോണം ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഒരു 5 minutes ഒക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ബ്രഷ് ചെയ്തതിന് ശേഷം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ സോപ്പോ അല്ലെങ്കിൽ ലൂഫോ ഒന്നും യൂസ് ചെയ്യരുത്, കാരണം ഓൾറെഡി നമ്മുടെ സ്കിന്ന് നമ്മൾ എക്സ്ഫോലിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത് ഒന്നും കൂടി എക്സ്ഫോലിയേഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നോർമൽ ആയിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് കുളിക്കുക. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണയോ 2 ആഴ്ച കൂടുമ്പോൾ ഒരു തവണയോ ചെയ്യുക. കാരണം ഓവർ എക്സ്ഫോലിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് നല്ലതല്ല. ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ചിലപ്പോൾ നമുക്ക് കഴുത്തിൻ്റെ ഇവിടെയൊക്കെ ചെറിയ ഡാർക്ക്നെസ്, അതുപോലെ തന്നെ പിറകിൻ്റെ ഈ ചെവിയുടെ ഇവിടെ ഡാർക്ക്നെസ് ഉണ്ടാവാം. പിന്നെ ഇങ്ങനത്തെ ഈ മടക്കുന്ന ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഡാർക്ക്നെസ് അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. ഇനി അടുത്ത റെമഡി നിങ്ങളുടെ ഹെയറിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. നമുക്കിപ്പോൾ ഉള്ളൊരു മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ ആണല്ലേ, മുടി ഭയങ്കര ഫ്രിസി ആയിട്ട് പോവാം. എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഫ്രിസി ആയിട്ടിരിക്കും. നമ്മൾ ഈ സ്ട്രെയിറ്റനിങ് ചെയ്യാണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഹെയർ സെറ്റ് ചെയ്യാണ്ട് മുടി നല്ലോണം ഇരിക്കില്ല. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ലീവ് ഇൻ ക്രീംസ് യൂസ് ചെയ്യണം. ലീവ് ഇൻ ക്രീംസ് എന്തൊക്കെ പറഞ്ഞാൽ അതിനകത്ത് കുറച്ച് കെമിക്കൽസ് ഒക്കെ വരില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു പേടി നമുക്കുണ്ട്. അങ്ങനെയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു സംഗതിയാണ്. ഇതിന് നിങ്ങൾക്ക് അലോവേറയുടെ ജെല്ല് വേണം. അലോവേറ ജെല്ലിൻ്റെ കൂടെ കുറച്ച് ഓയിലും കൂടിയിട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലോണം മസാജ് ചെയ്യുക. മസാജ് ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ ഒരു വൈറ്റ് ഫോം പോലെ വരും. എന്നിട്ട് അത് നിങ്ങളുടെ മുടിയുടെ മിഡ് ഭാഗത്ത് നിന്ന് താഴത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും, സെയിം ലീവ് ഇൻ കണ്ടീഷണർ വർക്ക് ചെയ്യുന്ന പോലെ നമ്മളുടെ മുടിനെ നല്ല സോഫ്റ്റ് ആക്കും. നമ്മുടെ ക്യൂട്ടിക്കിൾസിനകത്ത് ഈ പ്രോഡക്റ്റ് കയറി ഫില്ലായിട്ട് മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കും, നല്ല ഷൈനി ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നും ഒരു പറന്നിരിക്കുന്ന മുടിയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ഓൾസോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. രാത്രിയിൽ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് പിന്നിയൊക്കെ ഇടുകയെന്നുണ്ടെങ്കിൽ നൈറ്റ് മറ്റേ എന്താണ് ഹീറ്റ്ലെസ് കേൾസ് പോലെയൊക്കെ കിട്ടും. നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ലീവ് ഇൻ കണ്ടീഷണറാണ് ഇത്. നിങ്ങളുടെ സ്പ്ലിറ്റൻസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള ഒരു ഹാക്ക് നിങ്ങളുടെ പീരിയഡ്സ് ടൈമിൽ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ പീരിയഡ്സ് ആവുന്ന സമയത്ത് ഭയങ്കര വയറുവേദന എടുക്കുന്ന ആളുകളാണ്, ക്രാംസ് ഉണ്ടാകുന്ന ആളുകളാണ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് തലവേദന അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു റെമഡി ട്രൈ ചെയ്യാം. ഇതിനു വേണ്ടി നമുക്ക് വേണ്ടത് കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിലിനകത്തോട്ട് കുറച്ച് പെപ്പർമിൻറ്റ് ഓയിലോ ഇല്ലെങ്കിൽ ടീ ട്രീ ഓയിലോ ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് ഒന്ന് ബോയിൽ ചെയ്യുക. ഓക്കെ, ഒന്ന് നമ്മൾ വെള്ളം ചൂടാക്കുക. എന്നിട്ട് വെള്ളത്തിൻ്റെ മേലെ ഇത് വെച്ചിട്ട് ഡബിൾ ബോയിൽ ചെയ്യുക. ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഈ സാധനം കയ്യിലെടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക. ചെറു ചൂട് മതി കേട്ടോ, ഭയങ്കര ചൂട് വേണ്ട. എന്നിട്ട് ഇങ്ങനെ മസാജ് ചെയ്തിട്ട് വയറിങ്ങനെ തടവി കൊടുക്കുക. തടവി കൊടുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഭയങ്കരമായിട്ട് ക്രാംസ് കുറയുന്ന പോലെ ഫീൽ ചെയ്യും. എന്ന് വെച്ചാൽ വയറുവേദന നമ്മൾ അറിയില്ല, ഒരു നമ്മൾ വിക്സ് ഇടുമ്പോഴുള്ള ഒരു ഫീൽ ഇല്ല, അതേപോലത്തെ ഒരു ഫീൽ നമുക്ക് വയറിൽ കിട്ടും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതേ സെയിം സാധനം തന്നെ നിങ്ങൾക്ക് തലവേദന എടുക്കുന്നുണ്ടെങ്കിൽ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഭയങ്കര എന്തായാലും നമ്മൾ ഈ വിക്സ് ഒക്കെ മടക്കുമ്പോഴേക്കും ഇങ്ങനെ ഒരു കിക്ക് സാധനം വരില്ല, അങ്ങനത്തെ ഒരു സാധനം വരും ഇത് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഹൈലി വർക്കിംഗ് ആയിട്ടുള്ളതാണ്, ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന റെമഡീസ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള റെമഡി. ഇതെല്ലാം തന്നെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് യൂസ്ഫുൾ ആണെന്ന് ഫീൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ്, ലൈക്സ് ഒക്കെ എനിക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് ഒക്കെ ആയിട്ടൊന്ന് അയച്ചു കൊടുക്കുക. എന്നിട്ട് അവരോടും കൂടിയിട്ടൊന്ന് ഫോളോ ചെയ്യാനായിട്ട് പറയുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.